ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 80-20 എന്ന അശാസ്ത്രീയ അനുപാതം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ തുല്യനീതി ഉറപ്പാക്കുവാൻ ഉത്തരവാദിത്തമുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നത് തെറ്റല്ല. എന്നാൽ വസ്തുതകളെ വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദാക്കിയ ഒരു വിധിക്കെതിരെയാണ് ഒരു വിഭാഗത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി പൊതുനികുതി പണം ചെലവഴിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള സൗജന്യ കോച്ചിംഗ് സെന്ററുകൾ എന്നിവയ്ക്കായി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത് ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് മാത്രമായി 80%, മറ്റ് 5 വിഭാഗങ്ങൾ എല്ലാവർക്കുമായി 20% നൽകുക എന്നത് തികച്ചും പക്ഷപാതപരമായ അനുപാതമാണ്. കൂടാതെ മദർ തെരേസ, ജോസഫ് മുണ്ടശ്ശേരി എന്നിവരുടെ പേരിലുള്ള സ്കോളർഷിപ്പുകൾ പോലും ഈ അനുപാതത്തിലാണ് വിതരണം ചെയ്തത് എന്നറിയുമ്പോഴേ ഈ അനീതിയുടെ ആഴം ബോധ്യമാവുകയുള്ളൂ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് പങ്കാളിത്തം ഉണ്ടാകാതിരിക്കുവാൻ സംഘടിത നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിൽ നടന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അതിന് യോഗ്യമായ വിധത്തിൽ പാസാക്കിയെടുത്ത ചില മാറ്റങ്ങൾ ഇതിന് തെളിവായി പറയാൻ സാധിക്കും. അതർ കമ്മ്യൂണിറ്റി മറ്റു സമുദായം എന്നത് എ കമ്മ്യൂണിറ്റി ഒരു സമുദായം എന്നാക്കി മാറ്റി. എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒഴിവാക്കി. ഇത് എല്ലാ ആനുകൂല്യങ്ങളും ഒരു വിഭാഗത്തിലേക്ക് മാത്രം തിരിച്ചുവിടുക എന്ന നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയായിരുന്നു. സർക്കാർ പക്ഷപാതപരമായി ചെയ്തു കൂട്ടിയ ഇത്തരം നടപടികളാണ് കോടതിയിൽ ചോദ്യം ചെയ്തത്. ഈ വസ്തുതകൾ കോടതിക്ക് ബോധ്യമായതിന്റെ വെളിച്ചത്തിലായിരുന്നു 80-20 ആനുകൂല്യ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയുണ്ടായത്. കോടതിക്ക് എല്ലാം ബോധ്യപ്പെട്ടുവെങ്കിലും സർക്കാരിന് ഇതൊന്നും ബോധ്യപ്പെട്ടില്ല എന്നതിന്റെ തെളിവാണ് സർക്കാർ ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചതിലൂടെ വെളിവാകുന്നത്. സിവിൽ കോടതിക്ക് സമാനമായ അധികാരമുള്ള ന്യൂനപക്ഷ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. 2014 ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് പ്രകാരം 3 അംഗങ്ങളിൽ ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്ന് ആണെങ്കിൽ അടുത്ത അംഗം മറ്റൊരു വിഭാഗത്തിൽ നിന്നും ആയിരിക്കണമെന്നും 3ാമത്തെ അംഗം ഒരു വനിതയായിരിക്കണമെന്നുമായിരുന്നു കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം. അതിന് പകരമായി ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ ഇവർ 3 പേരും കമ്മീഷനിൽ വരുന്നതിന് തടസ്സമില്ലാതാക്കിയതും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയാക്കി വെക്കുന്നതിന് സർക്കാർ ഒത്താശ ചെയ്യുന്നു എന്നതുമാണ് ഖേദകരം. ക്രൈസ്തവ സമൂഹത്തിൽ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയില്ല എന്നതും അനർഹരിലേക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് എന്ന തോന്നലുമാണ് സർക്കാരിനെ സുപ്രീം കോടതിയിൽ പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അങ്ങനെയെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകളിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ 5ആയി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ തങ്ങന്മാർ, അറബികൾ, മലബാറികൾ എന്നീ 3 വിഭാഗങ്ങൾ മുന്നോക്കാവസ്ഥയിലാണെന്നും പുസവാൻ, ഒസാൻ എന്നീ 2 വിഭാഗം മാത്രമേ പിന്നോക്കാവസ്ഥയിലുള്ളൂവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ JB കൊച്ചി കമ്മീഷൻ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടൊപ്പം മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പുസവാൻസിനും ഒസവാൻസിനും മാത്രമായി ആനുകൂല്യങ്ങളെ നിജപ്പെടുത്തി ജനസംഖ്യാനുപാതത്തിൽ തീർപ്പ് കൽപ്പിക്കുകയല്ലേ വേണ്ടത്? ന്യൂനപക്ഷ ആനുകൂല്യ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച നീതിപൂർവകമായ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് രാജ്യത്തിന്റെ മതേതരത്വ നിലപാടിനും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുമെതിരെയുള്ള വെല്ലുവിളിയാണ്. ക്രൈസ്തവ സമൂഹം വലിയ ആശങ്കയോടെയാണ് ഈ സർക്കാർ നീക്കത്തെ കാണുന്നത്.